ഹലോ നമസ്കാരം, വെൽക്കം ടു ഫ്ലേവർ സ്പോട്ട്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള ഒരു അടിപൊളി അമേരിക്കൻ സ്നാക്കാണ് ഹാഷ് ബ്രൗൺസ്. ഒരു ഈസി പീസി റെസിപ്പിയാണിത്. ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയിട്ട് വരാം. ആദ്യം തന്നെ ഹാഷ് ബ്രൗണിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ പൊട്ടറ്റോ എടുക്കാം. 3 മീഡിയം സൈസ് പൊട്ടറ്റോ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ പൊട്ടറ്റോ ഗ്രേറ്റ് ചെയ്ത് 3-4 പ്രാവശ്യം നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു 15 മിനിറ്റ് നല്ല തണുത്ത വെള്ളത്തിൽ ഇട്ട് വെക്കാം. ഇതിലെ സ്റ്റാർച്ചൊക്കെ പോകുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിലെ വെള്ളം മുഴുവനായി പിഴിഞ്ഞ് കളഞ്ഞ് കൊണ്ടുവരണം. അപ്പം ഞാനിതൊരു സ്റ്റെയിനറിലോട്ട് മാറ്റി വെള്ളമൊക്കെ കളഞ്ഞു കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ നല്ലോണം വെള്ളമൊക്കെ പിഴിഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ ഒട്ടും വെള്ളം നിൽക്കാൻ പാടില്ല. ഞാനിതൊരു ക്ലോത്ത് വെച്ച് പിഴിഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ഒരു മുട്ട, ഒരു ടീസ്പൂൺ മല്ലിയില, ഒരു ചെറിയ ഉള്ളിയുടെ അരക്കഷ്ണം ഉള്ളി. ഇത് ഞാൻ വെള്ള ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്, സാധാ ഉള്ളിയാലും മതി. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി. അതൊക്കെ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർക്കാം. ഇനി ഇത് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഉരുട്ടിയിടുമ്പോൾ ഇത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മൈദ ചേർക്കാം. മൈദ തന്നെ ചേർക്കണമെന്ന് നിർബന്ധമില്ല, ഗോതമ്പ് പൊടി ചേർക്കുന്നവർക്ക് അത് ചേർക്കാം. മുട്ട ഇതിൽ ചേർക്കണമെന്ന് നിർബന്ധമില്ല. മുട്ട താല്പര്യം ഇല്ലാത്തവർക്ക് അതിന് പകരം കൂടി മൈദ കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി. കുറച്ചുകൂടി മൈദ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഇപ്പം ഇത് ഫ്രൈ ചെയ്യാനുള്ള പരുവായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ, ഇതൊരു വെജ് സ്നാക്കായി കഴിക്കണം എന്നുള്ളവർക്ക് ഇത് ഇങ്ങനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിതിലേക്ക് ചിക്കൻ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ചിക്കൻ വേവിച്ച് നുള്ളി എടുത്തതാണ് ആഡ് ചെയ്യുന്നത്. ഇതിന് നല്ലോണം മിക്സ് ചെയ്യുക. ഇനി ഈ മിക്സിലേക്ക് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചീസ് കൂടി ചേർക്കാം. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും ചീസ് കൂടി ഉണ്ടെങ്കിൽ. ചെയ്യാനുള്ള പാൻ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ഓയിലൊന്നും വേണ്ട, കുറച്ച് ഓയിൽ മതി. അതിൻ്റെ ഒരു സൈഡൊന്ന് ജസ്റ്റ് മുങ്ങാൻ മാത്രമുള്ള ഓയിൽ മതി. ഇനി ഇത് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇത് ഉരുളകളാക്കി എടുക്കുമ്പോൾ ഇതിൽ കൂടുതലായിട്ടുള്ള വെള്ളം പിഴിഞ്ഞ് കളയുക. അത് ബോണ്ട് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ശേഷം ഓരോ ഉരുളകളാക്കി ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. കൂടുതൽ കട്ടി വേണ്ട, തിന്നായിട്ടിരിക്കുന്നതാണ് നല്ലത്. അതിന് ശേഷം അത് ഓരോന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇടയ്ക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും കുക്കായി വന്ന ശേഷം ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ ഇത് നമുക്ക് കോരി മാറ്റാം. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഹാഷ് ബ്രൗൺസ് റെഡിയായി വന്നിട്ടുണ്ട്. ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്